നമസ്തേ. അടുത്തൊരു യന്ത്രത്തിൻ്റെ കാര്യം ബഹളാമുഖി. എന്തായി ബഹളാമുഖി? അതിശക്ത ഭൈരവമായിട്ടുള്ള ശാക്തയന്ത്രങ്ങളിലും ഭദ്രകാളി അഘോരമൂർത്ത ഭാവത്തിൽ നിൽക്കുന്ന മൂർത്തി എന്ന് പറയുന്ന ഒരു സങ്കല്പ ഭാവത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ പോയി ബഹളാമുഖി സർവ ശത്രു നിഹരണത്തിന് വേണ്ടി ചെയ്യുന്നൊരു പൂജയാണ്. അത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. ചൊവ്വാഴ്ച ദിവസം പറ്റുന്നവർക്ക് ചൊവ്വാഴ്ച, അതല്ല വെള്ളിയാണ് ആദ്യം തുടക്കമിടുന്നതെങ്കിൽ ആ വെള്ളിയാഴ്ച തന്നെ പര്യവസാനിക്കുകയും വേണം. അപ്പം ചുമന്ന പട്ടും അതിലൊരു ദക്ഷിണയും കടും ചുമപ്പ് നിറത്തിലുള്ള തെറ്റിപ്പൂവ് നാര് കളഞ്ഞതും രക്തചന്ദനപ്പൊടിയും ക്ഷേത്ര വഴിപാടുകൾക്ക് ദേവീക്ഷേത്രങ്ങളിൽ സമർപ്പണം ചെയ്യുന്നത് അത്യുത്തമമാണ്. 21 വെള്ളിയാഴ്ചകളിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും മാനസികരമായിട്ടുള്ള സംഘർഷം മനസ്സിൽ നിന്ന് മാറുന്നതിനും വെള്ളിയാഴ്ച തോറും, വ്യാഴാഴ്ച വ്രതമായിട്ട് നിന്ന് വെള്ളിയാഴ്ച തോറും നിർമ്മാല്യ ദർശനത്തോടുകൂടി ദേവീക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് ധ്യാനിച്ച് എല്ലാവിധ വ്യാധികളും മാറ്റിത്തരണം എന്ന് മനസ്സർപ്പണത്തോടുകൂടി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഭദ്രകാളിയുടെ സ്വരൂപത്തിൽ പഞ്ചമുഖി ദേവി ഭാവത്തിലിരിക്കുന്ന മൂർത്തമഭാവം, അതായത് മൂർത്തി എന്ന് പറയുന്ന ആ ഒരു സാന്നിധ്യം ആ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ഈ ഒരു വഴിപാട് ബഹളാമുഖി അർച്ചന കൃത്യമായിട്ട് 21 നടത്തണം. ആ 21 നടത്തി നിങ്ങൾക്ക് ആ ഉദ്ദേശം സാധ്യമായി കഴിഞ്ഞാൽ നല്ല കടും പായസം അവരവരുടെ കൈകളാൽ ആ ക്ഷേത്രമുറ്റത്ത് പോയി പൊങ്കാലയിട്ട് ആ ഒരു പൂജ സമാപ്തിക്കണം. ആ പൂജ സമാപ്തിക്കുന്നതിൻ്റെ അന്നത്തെ ദിവസം ഒരു താമ്പൂല ദക്ഷിണയോടുകൂടിയായിരിക്കണം. അതായത് ഒരു വെറ്റ, ഒരു പാക്ക്, ഒരു ദക്ഷിണ, ഒരു കരിക്ക്. കരിക്കിൻ്റെ പച്ചത്തോട് ഇളക്കി വെള്ളയാക്കി ദേവിക്ക് നേദിക്കത്തക്ക രീതിയിൽ വേണം ദക്ഷിണ സഹിതം പട്ടോടുകൂടി ഇത് സമർപ്പണം ചെയ്യാനായിട്ട്. ആ ഒരു പൂജ വ്രതശുദ്ധിയോടുകൂടി നിന്ന് യഥാശക്തി അനുസരിച്ച് നമ്മൾ ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കർമ്മപരമായിട്ട് തടസ്സപരമായി നിൽക്കുന്ന തടസ്സങ്ങളെയാണ് ശത്രു സങ്കല്പത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിപാടുകൾ ചെയ്യാനായിട്ട്. കൂടാതെ ദേവിയുടെ ഇഷ്ടശ്ലോകം ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്താൽ നമ്മൾക്ക് പറയുന്ന കണക്കല്ലാത്ത വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ധനപരമായിട്ടുള്ള വർധനവും എല്ലാം മുടക്കമില്ലാതെ നമുക്ക് കിട്ടും. മനസ്സിനകത്ത് എപ്പോഴും നല്ല ഒരു ഉത്സാഹവും ഉന്മേഷവും നമുക്ക് ഉണ്ടാകും. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സമാധാനപരമായിട്ടുള്ള പ്രാർത്ഥനകളും രൗദ്രപരമായിട്ടുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കി സമാധാന പ്രാർത്ഥന ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ പോയി നാരങ്ങ ദീപം തെളിയിക്കുന്നതും ക്ഷേത്ര ദർശനം എപ്പോഴാണോ അപ്പോഴും തന്നെ പോയി അത് കത്തിക്കുന്നതാണ്. അവിടെ രാഹുകാലോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കണ്ട. അപ്പോഴേ നമുക്ക് ഒരു അളവും അല്ലെങ്കിൽ കൃത്യമാകുന്ന ഒരു എണ്ണവും, ഒരു 3 നാരങ്ങയാണെങ്കിൽ 3 എണ്ണം, 5 ആണെങ്കിൽ 5. അങ്ങനത്തെ ആ ഒരു സങ്കല്പ രീതിയിൽ നമ്മൾ പോയി നമ്മളുടെ കൈകളാൽ നമ്മൾ ചെയ്യുന്ന പൂജകൾ കഴിയുന്നതും നമ്മൾ തന്നെ ചെയ്യാൻ നോക്കിയാൽ അത്രയും നല്ലത് തന്നെയാണ്. ചിലപ്പോൾ ഈ പൂജയ്ക്ക് ഇറങ്ങി കഴിയാൻ നേരത്തായിരിക്കും നമ്മൾക്ക് ഭയങ്കരമായ അസ്വസ്ഥതകളും തടസ്സങ്ങളും മറ്റ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പല കാരണങ്ങളും ഒക്കെ നമുക്ക് വരും. എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ നേരിട്ട് നമ്മൾ ആ തടസ്സഗതികളെയൊക്കെ അകന്നു മാറ്റി നമ്മളവിടെ പോയി
21 വെള്ളിയാഴ്ച കൃത്യമായിട്ട് ഇത് ചെയ്യുക. പര്യവസാനിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ വഴിപാട് ഒരു താമ്പൂല ദക്ഷിണയോടുകൂടി, താമ്പൂല ദക്ഷിണയെന്ന് ഉദ്ദേശിക്കുന്നത് ചുവന്ന പട്ടം, ഒരു വെറ്റ, പാക്ക് അതിൻ്റെ തോട് പൊളിച്ച് മാറ്റിയത്, അതുകൂടാതെ ഒരു കരിക്ക്, അതിൻ്റെ പച്ചത്തോട് മാറ്റി വെള്ളക്കരിക്ക് തന്നെയായിരുന്നു. ഇത് ദേവിക്ക് പര്യവസാന ദിവസം സമർപ്പിച്ചു നേദിച്ച് ഒരു പൊങ്കാല ഇടുന്നതോടുകൂടി ആ ബഹളാമുഖി അർച്ചനഭാവം ശത്രുസംഹാര ദോഷഗതി അവിടെ തീരുന്നതായിരിക്കും. അതിലുപരി അത് സംബന്ധമായിട്ടുള്ള എല്ലാ വ്യാധികളും മാറി മനസ്സിന് ഒരു സമാധാനവും സ്വസ്ഥതയും കൈവരിയുന്നതായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. കൃത്യമായിട്ടും നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോകുക, കൃത്യമായ ഭക്തിയോടുകൂടി നമ്മളത് കൃത്യമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. അത് മറ്റ് തടസ്സങ്ങളൊന്നും വരാത്ത വിധം അത് എണ്ണം തികച്ചെടുത്ത് ഒരു പൊങ്കാലയോട് കൂടി ഇത് പരിസമാപ്തമാക്കി കഴിഞ്ഞാൽ ആ ചെയ്തു വരുന്നതിൻ്റേതായിട്ടുള്ള ഗുണഗതി നമ്മൾക്ക് ഉണ്ടായിരിക്കും. അതിലൊരു മാറ്റവുമില്ല. നമുക്കത് 100% ഫലപ്രാപ്തിയിലേക്ക് വരികയും ചെയ്യും.